ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പോൾ നമ്മൾ വിഷുവിൻ്റെ വെക്കേഷന് വീട്ടിൽ പോവാണ്. വെക്കേഷനൊന്നുമില്ല, 2-3 ദിവസം അവധിയേ ഉള്ളൂ. നമ്മൾ വീട്ടിലേക്ക് പോവാണ്. ഞാനപ്പോൾ ഇന്ന് ഒറ്റയ്ക്കാട്ടോ പോണേ. ഇന്നും പതിവ് പോലെ തന്നെ ട്രെയിൻ ലേറ്റാണ്. ഞാൻ ഇന്ന് വ്ളോഗ് എടുക്കാൻ വിചാരിച്ചാലും അന്നൊക്കെ ട്രെയിൻ ലേറ്റ് ആയിരിക്കും. അത് ഈ വൈകിട്ട് പോകുന്ന ട്രെയിന് മിക്കവാറും ലേറ്റ് ആവാറുണ്ട്. എന്താ കാരണം എന്നറിയില്ല, എന്നും ലേറ്റാണത്. അതും ലേറ്റ് 30 മിനിറ്റ് 45 മിനിറ്റൊക്കെയാണ് ലേറ്റ് ആവുന്നത്. എനിവേ, അപ്പോൾ നമ്മൾ ട്രെയിനിൽ കയറിയിട്ടുണ്ട്. ഇപ്പോൾ ചെങ്ങന്നൂർ അറൈവൽ കാണിച്ചിരിക്കുന്നത് 7:30 ആണ്. 7:30 7:45 എത്തിയാൽ മതിയായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് പോവാം. ഹലോ, അപ്പോൾ ഞാൻ ഇന്നലെ വീട്ടിലെത്തുന്ന വരെയുള്ള ക്ലിപ്പിങ്സ് ഞാൻ എടുത്തിട്ടുള്ളായിരുന്നു. വന്ന് കഴിഞ്ഞിട്ട് ഇന്നലെ ട്രെയിൻ 1 hour ലേറ്റായിട്ടാണ് വന്നത്. അപ്പോൾ അത് കാരണം എനിക്ക് ഒന്നാമത് ട്രെയിനിലിരുന്ന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ട് ഒരുമാതിരി എക്സോസ്റ്റഡ് ആയിട്ടാണ് ഇവിടെ എത്തിയത്. എത്തിക്കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിച്ചു കയറി കിടന്നുറങ്ങി. എനിക്ക് ഫോൺ എടുക്കാനുള്ള ബോധം പോലും ഇല്ലായിരുന്നു. ഫോണൊക്കെ ഞാൻ ചാർജ് ചെയ്യാനിട്ടിട്ട് ഞാൻ അപ്പോഴേ കയറി കിടന്നുറങ്ങി. ശരിക്കും പറഞ്ഞാൽ ഉറങ്ങാൻ കിടന്നല്ല, പക്ഷെ ഞാൻ നല്ലോണം ഉറങ്ങിപ്പോയി. അപ്പം അങ്ങനെ ഇന്ന് രാവിലെ എണീറ്റിട്ട് ഇപ്പോൾ ഏകദേശം സമയം വൈകിട്ടായി. ഒരു മഴയൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. ഇത്ര നേരം സത്യം പറഞ്ഞാൽ ഒന്നും ചെയ്തില്ല. ഞാൻ കുറേ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, വിഷു അല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് വന്നതാണ്. എന്നിട്ട് ഇപ്പം ഞാൻ ഒരു പകുതി വഴി എത്തിയിട്ടുണ്ട്. ഞാൻ ക്ലീനിങ്ങിലാണ് റൂം. വിഷു അല്ലേ, പിന്നെ ഞാൻ വന്നിട്ടിപ്പോൾ 2-3 ആഴ്ചയായി. അപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ച 3 ആഴ്ചയ്ക്ക് മുന്നേ ഇട്ടിട്ട് പോയ സാധനങ്ങളൊക്കെ ഇതൊക്കെ വൃത്തിയാക്കണം. പിന്നെ എനിക്ക് എല്ലാ തവണ വരുമ്പോഴും ഒന്ന് ക്ലീൻ ആക്കിയില്ലെങ്കിൽ ഒരു മനസ്സമാധാനമില്ല. അപ്പോൾ ക്ലീൻ ആക്കണം. പിന്നെ അതൊക്കെയാണ് പരിപാടികൾ. പിന്നെ ക്ലീനിങ് പരിപാടിയാണ്. ഇത് വിഷുവിന് 2 ദിവസം മുന്നേ, ഇന്ന് വെനസ്ഡേ ആണ്. അപ്പോൾ ക്ലീനിങ് പരിപാടിയിലാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് കാണാം. തിരക്കാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സ്റ്റാൻഡ് ഒന്ന് മര്യാദയ്ക്ക് ആക്കിയെടുക്കണം. ഇങ്ങനെ നമ്മളെല്ലാം ഇങ്ങനെ ഇട്ടിട്ട് അതൊരുമാതിരി ഇതായിട്ടിരിക്കുകയാണ്. പിന്നെ എൻ്റെ ഷൂസ് എല്ലാം 4 വഴിക്കാണ് കിടക്കുന്നത്. അതൊക്കെ കൂടി ഒന്ന് അറേഞ്ച് ചെയ്യണം. പിന്നെ കബോർഡ്സ് എല്ലാം ഒരു വലിയ പണിയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യട്ടെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കാണാം. ഗുഡ് മോർണിംഗ്. ഇപ്പോൾ രാവിലെ നമ്മൾ എണീച്ചിട്ട് 9 മണിയായി. എണീറ്റപ്പോൾ അത് വേറെ കാര്യം. പിന്നെ ഇന്നലെ രാത്രി എനിക്ക് കുറച്ച് എഴുതാനുണ്ടായിരുന്നു. അതൊക്കെ എഴുതിയിട്ട് കിടന്നപ്പോൾ ലേറ്റായി. അപ്പോൾ രാവിലെ എണീറ്റിട്ട് ഞാനിപ്പോൾ രാവിലെ വെറും വയറ്റിലിങ്ങനെ ഡീടോക്സ് ഡ്രിങ്ക്സ് കുടിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ, ഞങ്ങളുടെ കോളേജിൽ നിന്ന് ഒരു 7 ഡേയ്സിലേക്കൊരു ചലഞ്ച് പോലെയാണ്. 7 days സ്കിൻ ഡീടോക്സ് ചലഞ്ചാണ്. അപ്പോൾ ഇന്നലെ ആയിരുന്നു ഫസ്റ്റ് ഡേ. ഇന്നലെ നമ്മൾ കഴിച്ചത് ക്യാരറ്റും ആപ്പിളും കൂടിയിട്ട് ഉള്ളൊരു ജ്യൂസായിരുന്നു. ഇന്നിപ്പോൾ ബീറ്റ്റൂട്ട് ടേമറിക്കും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടുള്ള ഒരു ജ്യൂസാണ്. നമ്മൾ ജ്യൂസ് അടിച്ചിട്ട് അതിൻ്റെ നമ്മൾ പൾപ്പ് ഇങ്ങനെ ആക്കിയിട്ട് ജ്യൂസ് മാത്രം എടുക്കില്ല, അങ്ങനെ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാ ദിവസവും ഒരു ജ്യൂസും പിന്നെ ഒരു ഫേസ് പാക്കുമാണ് നമുക്ക് ചലഞ്ചിനകത്തുള്ളത്. അപ്പോൾ ഇന്നലത്തെ ഫേസ് പാക്ക് വന്നിട്ട് കോക്കനട്ട് ഓയിലും ഓട്സും പിന്നെ ഹണിയും കൂടി മിക്സ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ ഞാനത് ചെയ്തില്ല, കാരണം എനിക്ക് കോക്കനട്ട് ഓയിൽ എൻ്റെ സ്കിന്നിന് അലർജിയാണ്. കാരണം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് കുരുക്കൾ വരും. അതുകൊണ്ട് ഞാൻ അതിട്ടില്ല. പകരം ഇന്നിപ്പോൾ DIY മാസ്ക് രണ്ടാമത്തേത് കോഫി പൗഡറും ലെമണും പിന്നെ ഹണിയാണ്. അപ്പോൾ അത് നമ്മൾ എന്തായാലും അപ്ലൈ ചെയ്യും. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ രാവിലെ ഇത് കുടിക്കട്ടെ. ഇത് ഭയങ്കര അടിപൊളി ടേസ്റ്റൊന്നും അല്ല, പക്ഷേ
ടേസ്റ്റി ആയിട്ട് കുടിക്കുകയാണെങ്കിൽ പഞ്ചസാരയൊക്കെ ഇട്ട് കുടിക്കാം. പക്ഷെ നമ്മളിത് വിത്തൗട്ട് ഷുഗർ ആൻഡ് സോൾട്ടാണ് നമ്മൾ ജ്യൂസ് കുടിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിനി ജ്യൂസ് കുടിക്കാം. ഭയങ്കര ടേസ്റ്റൊന്നും ഉണ്ടാവില്ല, ഇപ്പോഴേ പറയാം. പിന്നെ ഫേസിൽ എക്സ്പ്രഷൻ മാറുന്ന വേണ്ടിയിട്ട് തെറ്റിദ്ധരിക്കരുതായിരുന്നു. എന്തിൻ്റെ ടേസ്റ്റാണ് ജ്യൂസാണ്? ബീട്രൂട്ടിൻ്റെ ടേസ്റ്റ് തന്നെയാണ് എടുത്ത് നിൽക്കുന്നത്. അല്ലാതെ പ്രത്യേകിച്ച് വേറെ ടേസ്റ്റ് ഒന്നും പല്ലൊക്കെ ചുവന്ന പറയും. അപ്പോൾ ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഭയങ്കര പെയിൽ ടേസ്റ്റാണ്. പ്രത്യേകിച്ച് ഒന്നിൻ്റെ ടേസ്റ്റില്ല. ഇന്നലെ ജ്യൂസ് കുടിച്ചപ്പോൾ എന്ന് പറഞ്ഞാൽ ക്യാരറ്റിൻ്റെ ടേസ്റ്റ് ഭയങ്കരമായിട്ട് അറിയാനുണ്ടായിരുന്നു. അപ്പോൾ അത് പക്ഷേ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്തെങ്കിലും. പക്ഷെ ഇത് ഭയങ്കര പെയിൽ ടേസ്റ്റാണ്. ഒന്നിൻ്റെ ടേസ്റ്റ് അറിയുന്നില്ല. ബീട്രൂട്ടിൻ്റെ ആ ഒരു, പ്രത്യേകിച്ച് ബീട്രൂട്ടിൻ്റെ അങ്ങനെ ടേസ്റ്റ് ഇല്ലല്ലോ. അത് തന്നെ ഇറങ്ങിപ്പോയ വഴി അറിയാം, തണുത്ത ഇതല്ലേ. എന്തായാലും അതിങ്ങനെ കഴിഞ്ഞു. അപ്പോൾ രാവിലെ ഇവിടെ ഒരു മഴ കഴിഞ്ഞിട്ടിരിക്കുകയാണ്. മഴ കഴിഞ്ഞതുകൊണ്ട് എൻ്റെ ഇന്നത്തെ പ്ലാൻസ് നടക്കുമോ എനിക്കറിയില്ല. ഇനി നമുക്ക് നോക്കാം. കുറച്ചെങ്കിലും വെയിൽ വന്നാലേ നമുക്ക് കാര്യമുള്ളൂ. ഈ മഴയത്ത് എടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് രാവിലെ ഇനിയും പോയി ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാം. എനിക്ക് വിശക്കൊന്ന് ശരിക്കും. അപ്പോൾ ഒരു 10 മിനിറ്റ് ഇരുന്നിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട്, അപ്പോൾ ഇനി അടുത്തെന്തെങ്കിലും ഞാൻ വ്ളോഗ് ചെയ്യണം, അല്ലെങ്കിൽ ഇതിൽ കാണിക്കണം എന്ന് തോന്നുന്ന അടുത്ത് വെച്ച് കാണാം കേട്ടോ. അപ്പോൾ എന്തായാലും ബൈ ബൈ. ആരും മേടിക്കണ്ട, ഇത് ഞാൻ തന്നെയാണ്. അപ്പോൾ ഇത് ഒരു ഭയങ്കര സിമ്പിൾ ഒരു ഫേസ് പാക്കാണ്. നമ്മൾ രാവിലെ ജ്യൂസ് അടിച്ചില്ലേ, ജ്യൂസ് അടിച്ചതിൻ്റെ നമ്മളിങ്ങനെ ജ്യൂസാക്കി എടുത്തപ്പോൾ അതിൻ്റെ കുറച്ചിങ്ങനെ ആ ഒരു പൾപ്പ് ഇങ്ങനെ ഡ്രൈ ആയിട്ട് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്തു. ആൻഡ് ഓൾസോ ഇങ്ങനെ ഒരു ടിഷ്യൂവിൽ കുറച്ചാക്കിയിട്ട് കുറച്ച് നേരം അങ്ങനെ കിടന്നു. ഇനിയിപ്പോൾ ഇത് വാഷ് ചെയ്ത് കളയാം. എന്നിട്ട് നമുക്കൊരു അടിപൊളി സാധനം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഈ ഫേസൊക്കെ വാഷ് ചെയ്തിട്ട് വന്നു. അപ്പോൾ ഇന്ന് നമുക്കൊരു ചെറിയ ഫോട്ടോഷൂട്ട് ഉണ്ട് വിഷുവിനത്തേക്ക് വേണ്ടിയിട്ടും. പിന്നെ ഒരു സ്പെഷ്യൽ ഫോട്ടോഷൂട്ടാണെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രാവിലെ ഈ ക്യാമറയൊക്കെ ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. രാവിലെ അവൻ ക്യാമറ കൊണ്ട് തന്നിട്ട് അവൻ പോയി. അവനൊന്ന് ബിസിയാണ്, അതുകൊണ്ടൊന്നും അവൻ എടുത്തു തരാൻ പറ്റില്ല. അപ്പോൾ വീട്ടിൽ തന്നെ എൻ്റെ ഫോട്ടോഗ്രാഫർ ഹോസ്റ്റലിൽ നിന്ന് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവൾ ഫോട്ടോസ് എടുത്തു തരും. അപ്പോൾ എന്തായാലും ഞാൻ പോയി റെഡി ആവട്ടെ, എന്നിട്ട് ഞാൻ വരാം. അപ്പോൾ അതേ നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സാരിക്ക് പ്രത്യേകതയുണ്ട്. ഇത് അമ്മയുടെ കല്യാണ സാരിയാണ്. അപ്പോൾ എനിക്ക് കുറേ നാളായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു ഈ സാരിയിൽ ഫോട്ടോസ് എടുക്കണം എന്ന്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ അതേ ഫോട്ടോസ് എടുക്കാൻ പോവാണ്. പുറത്ത് ഭയങ്കര വെയിലാണ്, വെയിലത്താണ് നമ്മൾ ഫോട്ടോ എടുക്കാൻ പോകുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. അങ്ങനെ നമ്മുടെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞു. എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു അമ്മയുടെ ആ വെഡ്ഡിങ് സാരി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ സാരി. എനിക്കിഷ്ടപ്പെട്ട ആ ഒരു ഗ്രീൻ കളറ് ഉള്ളൊരു സാരിയാണ്. അത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അപ്പോൾ അത് ഉടുത്തിട്ട് ഫോട്ടോ എടുക്കണം എന്ന് എനിക്ക് കുറേ നാളായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്നത് സാധിച്ചു. ആൻഡ് വലിയ കാര്യമായിട്ടൊന്നും ഞാൻ മേക്കപ്പൊന്നും ചെയ്തില്ല. ജസ്റ്റ് ബേസ്, സൺസ്ക്രീന്, മോയ്സ്ചറൈസർ, പിന്നെ കുറച്ച് കോമ്പാക്റ്റൊക്കെ ഇട്ട് കണ്ണൊക്കെ എഴുതിയിട്ട് അത്രേ ചെയ്തിട്ടുണ്ടായിരുന്നു. കാര്യമായിട്ടൊന്നും എഴുതിയിട്ടില്ലായിരുന്നു. അപ്പം അതെനിക്ക് ഇനിയിപ്പോൾ ക്യാമറയിൽ നിന്നിട്ട് ലാപ്ടോപ്പിലോട്ട് ആക്കണം, അല്ലെങ്കിൽ ഫോണിനകത്തോട്ടാക്കണം. പ്രോബബ്ലി ഞാൻ ആക്കില്ലായിരിക്കും, കാരണം എനിക്ക് കുറേ എഴുതാനുണ്ട്. ഇന്നിപ്പോൾ രാവിലെ അതിൻ്റെ പുറകെ പോയതുകൊണ്ട് സമയം കിട്ടിയില്ല. ഇപ്പോൾ ഏകദേശം 4 മണിയായി. ഇനിയിപ്പോൾ എഴുതട്ടെ കുറച്ച്, എങ്കിലേ തീരുള്ളൂ. എഴുതാനുണ്ട് നന്നായിട്ട്. അപ്പോൾ എന്തായാലും ഞാൻ എഴുതി കുറച്ച് നേരം കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, ബൈ. അപ്പം ഞാൻ എൻ്റെ ക്ലീനിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് മേലൊക്കെ കഴുകി വന്നപ്പോഴത്തേക്ക് അമ്മ വിഷുവിന് ഉള്ള പ്രിപ്പറേഷൻസൊക്കെ ചെയ്യാണ്. അമ്മ തന്നെയാണ് മാല കെട്ടുന്നത്. അമ്മയ്ക്ക് ഇഷ്ടമാണ് ഇങ്ങനെ മാല കെട്ടി ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് ഇത്തവണ കുറേ കൊന്നപ്പൂ കിട്ടി അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ ആയിട്ട്. അപ്പം നമ്മൾ കുറേയൊക്കെ
നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ കൊടുത്തു. ബാക്കിയാണ് ഈ ഇരിക്കുന്നത്. പിന്നെ എല്ലാ വീട്ടിലും ഇങ്ങനെയാണ് വിഷുക്കണി ഒരുക്കുന്നത് എനിക്ക് അറിയത്തില്ല കേട്ടോ. നമ്മുടെ ഇവിടെ ഇങ്ങനെയാണ് ഒരുക്കുന്നത്. ഉരുളി വെച്ചിട്ട് ആദ്യം അതിനകത്ത് അരിയിട്ട് പിന്നെ ഫ്രൂട്ട്സും ഒക്കെ വെച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ ഒരുക്കുന്നത്. പിന്നെന്താ, നമ്മൾ രാത്രി തന്നെ എല്ലാം ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ട് രാവിലെ അമ്മ എഴുന്നേറ്റ് വിളക്ക് കത്തിച്ചിട്ടാണ് ഞങ്ങളെയൊക്കെ വിളിച്ച് എഴുന്നേൽപ്പിക്കുന്നത്. എല്ലാം അമ്മ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. അമ്മയ്ക്ക് അതാണ് സന്തോഷം. അമ്മ എല്ലാം ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്യുന്നത്. ഞങ്ങളോട് ആരോടും ചെയ്യുക എന്നൊന്നും പറയുമൊന്നുമില്ല. പിന്നെ അമ്മയ്ക്ക് അമ്മയുടെ രീതിയിൽ ചെയ്യുന്നതാണ് കുറച്ചും കൂടി ഇഷ്ടം. അപ്പോൾ അതേ നമ്മൾ കൃഷ്ണൻ്റെ മാലയൊക്കെ ഇട്ടു. ഇതൊക്കെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ട് വിളക്ക് മാത്രം രാവിലെ കത്തിക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ കണി ഒരുക്കുന്ന തിരക്കിലാണ്. രാവിലെ കണിയൊക്കെ കണ്ടിട്ട് ഈ അമ്പലത്തിലേക്ക് പോവാണ്. ഞാനും അനിയത്തിയും അമ്മയും കൂടിയാണ് അമ്പലത്തിലേക്ക് പോകുന്നത്. അമ്മ നേരത്തെ പോയി, ഞങ്ങൾ അതേ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കൃഷ്ണൻ്റെ അമ്പലത്തിൽ തന്നെയാണ് പോകുന്നത്. അവിടെ എന്തായാലും കണിയും വിഷു കൈനീട്ടമൊക്കെ ഉണ്ടാവും. ഇനി ഇതാണ് കേട്ടോ നമ്മുടെ അമ്പലത്തിനടുത്തുള്ള തൂക്കുപാലം. ഇതുവഴി കയറി അപ്പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവിടെ അയ്യപ്പൻ്റെ അമ്പലമാണ്. പന്തളം ശ്രീ വലിയ കോയിക്കൽ അയ്യപ്പ ക്ഷേത്രമാണ്. നമ്മളപ്പോൾ അവിടേക്ക് പോവാണ്. ഇവിടെ ഈ ഒരു തൂക്കുപാലം വന്നിട്ട് ഒരു 5-6 വർഷത്തിന് മേലെയായിട്ടുണ്ടാവും. 5-6 അതിലും മേലെയായിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ആ വഴി ചുറ്റിക്കറങ്ങി പോകണം. നമുക്ക് ഇങ്ങനെ തന്നെ നടന്നിട്ട് പോവാം. ഇവിടെ അതുപോലെ തന്നെ കണി ഒരുക്കിയിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള കണിയായിരുന്നു. കലശക്കുടമൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുള്ള കണിയായിരുന്നു. പിന്നെ ഈ അമ്പലത്തിൽ ഈ ഒരു പട്ടിക്കുട്ടീനെ കണ്ടോ? പട്ടിക്കുട്ടിയല്ല, കുറച്ച് വലുതായതാണ്. ഇത് ശബരിമലയിൽ നിന്ന് അയ്യപ്പൻ്റെ നമ്മുടെ തിരുവാഭരണം തിരിച്ചു വന്ന സമയത്ത് അതിൻ്റെ കൂടെ വന്നിട്ട് ഇപ്പോൾ ഇവിടെയാണ്. കുറേ വർഷങ്ങളായിട്ട് ഇവിടെ ഉണ്ട്. ആരും ഒന്നും ചെയ്യില്ല, നമ്മളടുത്ത് നിന്നാലോ തൊട്ടാലോ ഒന്നും ചെയ്യില്ല. പിന്നെ ഇതാണ് നമ്മുടെ അയ്യപ്പൻ്റെ അമ്പലത്തിൻ്റെ ബാക്കിൽ ഉള്ള പുഴ. പിന്നെ ദേ ഇതാണ് നമ്മുടെ അയ്യപ്പൻ്റെ തിരുവാഭരണമൊക്കെ വെക്കുന്ന കൊട്ടാരം. ഹലോ, അപ്പം നമ്മൾ എറണാകുളത്തെത്തി. ഞാൻ വിഷു കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് തിരിച്ചു വന്നു. പിന്നെ ക്ലാസ്സും അസൈൻമെൻറ്റ്സിൻ്റെയൊക്കെ തിരക്കായിട്ട് എനിക്കൊന്നും അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഇതുവരെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. എൻ്റെ കുഞ്ഞ് വിഷുവും അതിൻ്റെ കുറച്ച് കൂടെ നടന്ന കുറച്ച് സംഭവങ്ങളാണ് ഇപ്പം നിങ്ങൾ കണ്ടത്. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇൻസ്റ്റാഗ്രാമും കൂടി ഇത് ഫോളോ ചെയ്യുക. ഇതിൻ്റെയൊക്കെ ഫോട്ടോസ്, വിഷുവിനെടുത്ത ഫോട്ടോസും അമ്മയുടെ സാരി ഉടുത്തെടുത്ത ഫോട്ടോസൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിലാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുക. എന്തായാലും ഫോളോ ചെയ്യുക. അപ്പോൾ ഞാൻ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.